വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നമുക്ക് ഓണായിട്ട് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി നല്ലതായിരിക്കും. കുറച്ച് നാൾ ചീത്തയാവാണ്ടൊക്കെ ഇരിക്കും. ആദ്യം തന്നെ കുറച്ച് ശർക്കര മാത്രമേ എടുക്കാനുള്ളൂ. കുറച്ച് ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം ഒരു 15 പഴമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടില്ലേ ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് കുറച്ചധികം നേരം ഇളക്കി നല്ല വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകണം. എന്നാലാണ് ഇത് നമ്മൾ കേടാവാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പഴമൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കുറച്ച് നേരം കൂടി ഇളക്കുമ്പോൾ ഇങ്ങനെ കളറൊക്കെ ജസ്റ്റ് മാറി വരുന്നത് കാണാം നമുക്ക്. അപ്പോൾ അതിലിങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതിയായിരിക്കും. പിന്നീട് വീണ്ടും നമ്മൾ നെയ്യ് ഒഴിക്കും. അങ്ങനെ നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ സൈഡിലൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാഷ്യൂനട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ് കിട്ടാനായിട്ടാണ്. നല്ല കാഷ്യൂനട്ടിൻ്റെ ഒരു ബൈറ്റ് കിട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ടൈം നെയ്യ് ഒഴിക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു, പിന്നെ വീണ്ടും ആവശ്യത്തിന് നെയ്യും മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് എല്ലാവരും അനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. നെയ്യ് കുറച്ച് യൂസ് ചെയ്യുന്നവർ അത്രയും തന്നെ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-5-6 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും, നല്ല മണമായിരിക്കും ഏലക്ക ഇട്ട് കൊടുത്താൽ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്ന വരെ ഇളക്കി അലുവയുടെ പരിവായിരിക്കുമല്ലോ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോൾ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ ഈ ടൈമിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂടുണ്ടായിരിക്കും, എന്നാലും നമ്മൾ ഇളക്കി ഇങ്ങനെ ആക്കണം. കുറച്ചും കൂടി വെള്ളമൊക്കെ നന്നായിട്ട് കട്ടിയൊക്കെ ആകണം. എന്നാൽ ഭയങ്കര കട്ടിയല്ല, എന്നാലും കട്ടി കുറച്ചാകണം. അപ്പം നമുക്കറിയാം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിന് എടുക്കാവുന്നതാണ്. ഇത് സാധാരണ അലുവയെ പോലെ അത്ര ടൈം എടുക്കില്ല. എന്നാലും ഒരു ഹാഫ് ആൻ അവറിൽ 15 to 30 മിനിറ്റ്സിൽ റെഡിയാവുന്നതാണ്. ഭയങ്കര എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അലുവയല്ല ഇത്. നേന്ത്രപ്പഴത്തിൻ്റെ അലുവ നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴത്തിന് തന്നെ ഒരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് പരത്തി നമ്മുടെ ഈ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ബനാന ഹൽവ അല്ലെങ്കിൽ നേന്ത്രപ്പഴ ഹൽവ റെഡിയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഓണംകളി കാണാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഓണംകളി അധികം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 2-3 ട്രെയിന് പോയിട്ടാണ് ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ടൈം കുറച്ച് ലേറ്റായി, എന്നാലും അവിടെ എത്തിയപ്പോഴേക്കും കളി കാണാൻ സാധിച്ചു. പോയവനെ
വിധിമായുകില്ല ഗതി മാറുകില്ല മകനെ സർവമത്ര വരബലവാനായി സർവമത്ര വിജയിച്ചവനെ അനുഗാമിയായി വാണിടുവാനായി സർവരക്ഷ പോയി ചെയ്യുക നീ ദശമുഖന്റെ പഴിവാക്കുകളാൽ രഥമെടുത്തന്ന് പോയവനെ വിധിമായുകില്ല ഗതി മാറുകില്ല മകനെ ചെയ്ത പാപമതേറി ധീരനായെന്ന് പോയവനെ പുത്രഭംഗമധുരിയായി ചാരെ ചിതയിലായി വീണൊടുങ്ങുകയോ ഉടലെറിഞ്ഞു ചിതയെറിയുമ്പോൾ താങ്ങുകില്ല എൻ പൊന്മകനെ നാവു കുഴയുന്നു കണ്ണു പിടയുന്നു ഇന്നീ അമ്മയിൽ ചെയ്ത പാപമതേറി തിരിഞ്ഞു ചിതയെരിയുമ്പോൾ താങ്ങുകില്ല എൻ പൊന്മകനെ നാവു കുഴയുന്നു കണ്ണു പിടയുന്നു ഇന്നീ അമ്മയിൽ നിഷ്കളങ്കനായ മകനെ നീ നിഷ്ഠയോടെ വസിച്ചവനെ നഷ്ടമേറെ ഇനി മോഹമതേറെ കഷ്ടകാലമതു നിഴലായി ഗതി മാറി വന്നൊരാ ചതി അടിതെറ്റി വീണതെൻ മകനെ അമ്മ പറയുന്നു ചാരെ നിൽക്കുന്നു ഉടലിൽ നിഷ്കളങ്കനായ മകനെ നീ നിഷ്ഠയോടെ വസിച്ചവനെ നഷ്ടമേറെ ഇനി മോഹമതേറെ കഷ്ടകാലമതു നിഴലായി ഗതി മാറി വന്നൊരാ ചതി അടിതെറ്റി വീണതെൻ മകനെ അമ്മ പറയുന്നു ചാരെ നിൽക്കുന്നു ഉടലിൽ പെരുമയാർന്നൊരൻ മകനാം നീയെ പൊരുതിയാടിനി നിന്നില്ലേ ജീവിതം ഇനിയതേറെയതുണ്ട് പിന്തിരിഞ്ഞൊന്നു മാറുക നീ അമ്മതൻ വാക്കു
അണിയുകയോ മിഴി നനഞ്ഞൊഴുകുമോ മകളെ മതിമറന്നമ്മ പറയുകയായി നെഞ്ചിനുള്ളിലെ പ്രാണനായി നീ ദൂരെ മാഞ്ഞുപോയി. മകനേ മേഘനായകനേ തിരികെ വരിക എൻ മകനേ ഇനി നീ വരില്ല വിഴി തുറക്കില്ല മകനേ യാത്രയാ. പ്രിയമുള്ളവരെ, ഓണംകളി ഒരു 10 മണി വരെ ഉണ്ട്. വേറെ 2 ടീമിൻ്റെയും ഓണംകളി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഓണംകളി കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.